ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഫസ്റ്റിൽ വളരെ പ്രധാനപ്പെട്ട 3 റിയാക്ഷൻസ് ഉണ്ട്. ഒന്ന് ഫിക്സേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ. Now, the light independent reaction. The light independent reaction enzyme controlled ആണ്. The most important points are: one is it is enzyme controlled. Second one, located in the stroma of the chloroplast. Located in the stroma of the chloroplast. Occurs simultaneously with the light dependent reaction. അതായത് ഈ പറയുന്ന സാധനം വളരെ പെട്ടെന്ന് ലൈറ്റ് റിയാക്ഷന് ശേഷം നടക്കുന്ന ഒരു സാധനമാണ്, അല്ലാണ്ട് ഇത് ഒന്നിച്ചുകൊണ്ടാണ്. അതായത് ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷനും ഒന്നിച്ചുകൊണ്ട് നടക്കും. നമ്മളൊരു ഫാക്ടറിയിൽ എല്ലാ പണികളും ഒന്നിച്ച് നടക്കും പോലെ തന്നെ these reactions are taking place simultaneously. It can continue in the dark provided the necessary raw materials are available. It can continue in the dark provided the necessary raw materials are available. Carbon dioxide, NADP, H plus H and ATP. ഇത്രയും സംവിധാനങ്ങൾ ഒരേ സമയത്ത് ഉണ്ടാവും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. See, it can continue in the dark. ഡാർക്കിലും കണ്ടിന്യൂ ചെയ്യും. പ്രൊവൈഡഡ് എന്താണ്? the necessary raw materials are available. Now, എന്താണ് light independent reaction? Light independent reaction, the light independent reactions are driven by the ATP and NADPH plus H made in the light dependent reaction. The light independent reactions are driven by the ATP എന്താ പറഞ്ഞിരിക്കുന്നത്, and NADPH plus H made in the light independent reactions. Both sets of reactions continue at the same time. രണ്ട് റിയാക്ഷനും ഒരേ സമയം കണ്ടിന്യൂ ചെയ്യും. The light independent reactions occur in the stroma. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, ലൈറ്റ് ഇൻഡിപെൻഡന്റ് റിയാക്ഷൻ എവിടെ നടക്കുക എന്നുള്ളത്. This light independent reactions occur in stroma. It is a cyclic system called the Calvin cycle. It is a cyclic system called the Calvin cycle. ഇതൊരു cyclic system ആണ്. ഇതിനെ പോപ്പുലർ ആയിട്ട് പറയുന്ന പേര് കാൽവിൻ സൈക്കിൾ എന്നാണ്. Now, see, this is the most important popular personalities behind this particular Calvin cycle. They are Calvin-Benson cycle. Popularly they are called Calvin-Benson cycle since ഈ പറയുന്ന റിയാക്ഷൻസ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഈ രണ്ട് മഹാന്മാരാണ്. ഒന്ന് മെൽവിൻ കാൽവിൻ ആണ്, അദ്ദേഹം 1997 മരിച്ചു. ബട്ട് ആൻഡ്രൂ ബെൻസൺ he is still alive. It took 7 years, ഏകദേശം 7 വർഷങ്ങൾ എടുത്തു, that is 1946 to 1953, to discover the intermediate components in the light independent reaction. അതായത് ലൈറ്റ് ഇൻഡിപെൻഡന്റ് റിയാക്ഷന്റെ ഒരു ഇന്റർമീഡിയറ്റ് കോമ്പണന്റ് ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ആണ് എന്ന് കണ്ടുപിടിക്കാൻ ഒരു 7 വർഷം എടുത്തു എന്നുള്ളതാണ്. നമ്മളൊരു സെമസ്റ്ററിൽ ഫിസിയോളജി പഠിക്കാൻ എത്രത്തോളം മടി കാണിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പൊ എത്രത്തോളം മഹാന്മാർ they are spent a lot for the discovery of this particular reaction. So we have to applaud this towards these particular great personalities. Now, ഇവർ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ പറയുന്ന ലൈറ്റ് ഇൻഡിപെൻഡന്റ് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന വെസൽ ഉണ്ട്. ഇത് പലപ്പോഴും ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദിക്കുന്ന ഒരു വെസലാണ്. This vessel are called Lollipop Vessel, a flat-sided round flask containing the culture of algae. The Lollipop Vessel, a flat-sided round flask containing the culture of algae, is called Lollipop Vessel. See, ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ആൽഗ ഉണ്ട്. ദാറ്റ് ആൽഗ ഈസ് കോൾഡ് സെനിഡസ്മസ് ആൻഡ് ക്ലോറല്ല. ഈ രണ്ട് ആൽഗയിലാണ് മിക്കവാറും നമ്മൾ പലപ്പോഴും ഫോട്ടോസിന്തസിന്റെ റിയാക്ഷൻ നടത്തിയ വലിയ മരത്തിലല്ല, ചെറിയ പ്ലാന്റിലാണ്. അത് ഏറ്റവും കൂടുതൽ ഇവർ യൂസ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് സെനിഡസ്മസ് ആൻഡ് ക്ലോറല്ല. ദിസ് ആർ ദ 2 ഇമ്പോർട്ടന്റ് ആൽഗ. യു നോ ക്ലോറല്ല, യു നോ സെനിഡസ്മസ്. കാൽവിൻ ആൻഡ് ബെൻസൺ കാർബൺ 14 റേഡിയോ ഐസോട്ടോപ്പ് ഫോർ ലാബലിംഗ്. ഇവര് സാധാരണ ഈ പറയുന്ന റിയാക്ഷൻ യൂസ് ചെയ്തിരിക്കുന്നത് റേഡിയോ ഐസോട്ടോപ്പ് എന്ന് പറയുന്ന ഐസോട്ടോപ്പ് ആണ്. യൂണിസെല്ലുലാർ ആൽഗെ, ദാറ്റ് ഈസ് ക്ലോറല്ല ആൻഡ് സെനിഡസ്മസ്, are using this particular reactions. Simple algae which respond quickly to changes in the environment, so little time lag. Simple algae which respond quickly to changes in the environment, so little time lag. പലപ്പോഴും ഈ ഒരു പറയുന്ന റിയാക്ഷന് ചെറിയ ഒരു ടൈം ലാഗ് ഉണ്ടാവും, since we can say that they are quickly responding toward the environment. Now, എന്താണ് ലോലിപോപ്പ് വെസൽ? ചിലപ്പോൾ ചോദിക്കാം പരീക്ഷയ്ക്ക്, റൈറ്റ് എ നോട്ട് ഓൺ ലോലിപോപ്പ് വെസൽ. 1 minute.
See, എന്താണ് lollipop vessel? The shape of the vessel provided even illumination of all the cells. ഇതിപ്പോ ഇങ്ങനെയാണ് ഇതിന്റെ ഷേപ്പ്. See, this is an oval shape. ഈ ഓവൽ ഷേപ്പ് ആയതുകൊണ്ട് എല്ലാ ഭാഗത്തൂടെയും ലൈറ്റ് കിട്ടും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. രണ്ടാമത് പെർമിറ്റഡ് കെയർഫുൾ കൺട്രോൾ ഓഫ് എൻവിറോൺമെന്റൽ കണ്ടീഷൻസ്, എക്സാമ്പിൾ pH, ടെമ്പറേച്ചർ എക്സെട്ര. പെർമിറ്റഡ് റാപ്പിഡ് മിക്സിംഗ് ഓഫ് കണ്ടന്റ്സ്, വളരെ പെട്ടെന്ന് ഈ കണ്ടന്റുകൾ മിക്സ് ചെയ്യാൻ ഈ വെസൽസ് സഹായിക്കും. പ്രഷ്യസ് സാമ്പിളിംഗ് ടൈം, വളരെ പ്രഷ്യസ് ആണ്, അതായത് ഒരു ചേഞ്ച് ഉണ്ടാവില്ല. സോ ദാറ്റ് ഈസ് വൈ they are using this particular, the people are used this particular vessel, that is called lollipop vessel. Now, labeling and tracing carbon using 14. എന്താണ് ചെയ്തിരിക്കുന്നത്? Add sodium hydroxide carbon solution. At the timed interval, the algae are sampled and killed by dropping in hot methanol. At a timed interval, the algae are sampled and killed by dropping in hot methanol. 2-day, that is, we can say that വളരെ പ്രധാനപ്പെട്ട രണ്ട് ways ഇവിടെയുണ്ട്. 2-way, that is 2-dimensional chromatography used to separate the components. ഇതെല്ലാം കുറച്ച് ടെക്നിക്കൽ സാധനമാണ്. നമ്മൾ ഈ ക്ലോറോഫിലിനെ സെപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ക്രോമാറ്റോഗ്രാഫി. അത് നമ്മളിവിടെ പ്രാക്ടിക്കലിൽ നമ്മൾ ചെയ്യും. ഇപ്പൊ തൽക്കാലം നിങ്ങൾ ആ ടേം മാത്രം യൂസ് ചെയ്താൽ മതി. വാട്ട് ഈസ് ക്രോമാറ്റോഗ്രാഫി? ക്രോമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് ക്ലോറോഫിലിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ക്ലോറോഫിൽ ബി, ക്ലോറോഫിൽ എ, സാന്തോഫിൽ, കരോട്ടിനോഡ് എന്നിവ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ ഈ പറഞ്ഞ ക്രോമാറ്റോഗ്രാഫി എന്നൊക്കെ പറയാം. Identify radioactively labeled components by autoradiography. Identified radioactively labeled compounds by autoradiography. Now, നമ്മൾ ഇതുവരെ പറഞ്ഞിരിക്കുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മറി, ഫോട്ടോസിന്തസിന്റെ സമ്മറി ഇത്രയേ ഉള്ളൂ. ഒന്ന് ലൈറ്റ് റിയാക്ഷനിൽ ATP പ്രൊഡ്യൂസ് ചെയ്യും, ഡാർക്ക് അതേപോലെ തന്നെ NADPH പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ വാട്ടർ കൺസ്യൂം ചെയ്യും, ഓക്സിജനും ഉണ്ടാവും, അതേപോലെ തന്നെ ഈ രണ്ടാൾക്കാരും ബൈ പ്രോഡക്റ്റ് ആയിട്ടുണ്ടാവും. ഇനി കാൽവിൻ സൈക്കിൾ ഓർ ഡാർക്ക് റിയാക്ഷനിലാണെങ്കിലോ കൺസ്യൂംഡ് കാർബൺ ഡൈ ഓക്സൈഡ് കൺസ്യൂം ചെയ്യും. ദെൻ ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate, ദാറ്റ് ഈ ഷുഗർ ഉണ്ടാവുന്ന കോമ്പണന്റ് ആണ്, അത് പ്രൊഡ്യൂസ് ചെയ്യും. അത് 3 കാർബൺ ആയതുകൊണ്ടാണ് ഇതിന് 3 സൈക്കിൾ കാർബൺ അല്ലെങ്കിൽ C3 സൈക്കിൾ എന്നൊക്കെ പറയാം. അത് നമ്മൾ പറയും. റീജനറേറ്റഡ് ADP ഉണ്ടാവുന്നു. റീജനറേറ്റഡ് NADPയും വീണ്ടും റീജനറേറ്റ് ചെയ്യും. സോ വി ക്യാൻ സേ ദാറ്റ് ADP and NADP are reproduced during the time of Calvin cycle. എന്തിനാന്ന് വെച്ചാൽ വീണ്ടും കാർബണിനെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞാൽ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടോ? എനിവേ, ദിസ് ഇസ് എ ഷോർട്ട് ഇൻഫർമേഷൻ ബേസ്ഡ് ഓൺ ദ അവൈലബിൾ ഇൻഫർമേഷൻ. നൗ നമ്മൾ ഒന്നുകൂടി നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട്, ഇപ്പൊ ഇത് ലൈറ്റ് റിയാക്ഷൻ ആണ്, ഇത് ഡാർക്ക് റിയാക്ഷൻ ആണ്. ലൈറ്റ് റിയാക്ഷനിൽ ലൈറ്റ് ഇങ്ങനെ വന്നു, ഓക്കെ, ദെൻ അത് നേരെ ഇങ്ങോട്ട് പോകുന്നു. ദെൻ ഇത് പറയുന്ന സാധനം ഡാർക്ക് റിയാക്ഷനിൽ എത്തി, ദാറ്റ് ഈസ് കാൽവിൻ സൈക്കിൾ. അവിടെ എത്തുമ്പോൾ ഈ കാൽവിൻ സൈക്കിളിൽ ഈ പറയുന്ന പ്രൊഡക്റ്റുകൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എന്തുണ്ടാവും? ഷുഗർ ഉണ്ടാവും. ഷുഗർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് കൂടി എടുക്കുന്നു. ഇത് നിങ്ങൾ നന്നായിട്ട് വരച്ചു വെക്കണം, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ലൈറ്റ് റിയാക്ഷനിൽ ATPയും NADPHും ഉണ്ടായി. ഈ പറയുന്ന ATP NADPHും കൊണ്ടിട്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രസൻസിൽ ഷുഗർ ഉണ്ടാവും, CH2OH ആണ്. ഇനി തിരിച്ച് ഈ പറയുന്ന കാൽവിൻ സൈക്കിൾ തിരിച്ച് ഇതേ NADP ATPനെയും കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ലൈറ്റ് റിയാക്ഷൻ വീണ്ടും NADPHനെയും ATPയും ഉണ്ടാക്കുന്നു. സോ ദിസ് ഇസ് എ സൈക്കിൾ. നമ്മൾ അതിന് പറയുന്ന പേരാണ് സൈക്കിൾ. ചക്രികമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. നൗ, ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട സ്ട്രക്ചർ. ഇവിടെ നമുക്കറിയാം ഓൾറെഡി ഗ്രാനൈൽ ലൈറ്റ് റിയാക്ഷൻ നടന്നു. ഇനി നമ്മൾ നടക്കേണ്ടത് സ്ട്രോമയിലാണ്. ഇവിടാണ് ആ സ്ട്രോമ. സോ ദിസ് ഇസ് എ സ്ട്രോമ. ദിസ് ഇസ് ദ പ്ലേസ് ഓഫ് ഡാർക്ക് റിയാക്ഷൻ ഓർ ലൈറ്റ് ഇൻഡിപെൻഡന്റ് റിയാക്ഷൻ. നൗ, എന്താണ് കാൽവിൻ സൈക്കിളിന്റെ ഓവർവ്യൂ? ദിസ് ഇസ് എ സൈക്ലിക്കൽ പ്രോസസ് വിത്ത് 3 phases. ഇതൊരു സൈക്ലിക് പ്രോസസ് ആണ്. 3 പ്രധാനപ്പെട്ട ഫേസ് ഉണ്ട്. ഒന്ന് കാർബൺ ഫിക്സേഷൻ ആണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു. എന്താണ്? ഇൻകോർപ്പറേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യുന്നു. രണ്ടാമത്തെ റിഡക്ഷൻ ആണ്. റിഡക്ഷൻ എന്ന് വെച്ചാൽ കുറയുക എന്നല്ല, കൂടുകയാണ് കേട്ടോ. യൂട്ടിലൈസേഷൻ ഓഫ് എനർജി മോളിക്യൂൾ ടു ഫോം ഓർഗാനിക് കോമ്പൗണ്ട്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് റെഡ്യൂസ് ചെയ്തിട്ട് ഹൈഡ്രേറ്റ് ആവുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു കാർബൺ മാത്രമേ ഉള്ളത്. കാർബോഹൈഡ്രേറ്റോ 6 കാർബൺ ഉണ്ട്. ഷുഗറിന് 6 കാർബൺ ഉണ്ട്. ദാറ്റ് ഈസ് C6H12O6 ആണ്. അപ്പം ഒരു കാർബണിൽ നിന്നും 6 കാർബൺ ഉള്ള കോമ്പൗണ്ടായി മാറുന്നതിനെയാണ് റിഡക്ഷൻ എന്ന് പറയാം. നമ്മൾ സാധാരണ റിഡക്ഷൻ തന്നെ കുറവാണ്. ബട്ട് ഹിയർ ദ മീനിങ് റെഡ്യൂസ്ഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് റെഡ്യൂസ്ഡ് ടു കാർബോഹൈഡ്രേറ്റ്. ദെൻ റീജനറേഷൻ. ഓൾറെഡി പറഞ്ഞതാണ്, റീജനറേറ്റ് മോളിക്യൂൾ ഫോർ അനദർ സൈക്കിൾ. വീണ്ടും ഒരു സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ റീജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. ദാറ്റ് ഈസ് കോൾഡ് റീജനറേഷൻ. ഓക്കെ, ഇതാണ് ഒന്നുകൂടി കട്ട് ഷോട്ട് ചെയ്ത് പറയുന്നത്. The Calvin cycle consists of 3 processes: fixation of carbon dioxide, reduction of 3-phosphoglycerate, that is 3PG, that is 3-phosphoglyceric acid എന്നും പറയാം, 3-phosphoglycerate എന്നും പറയാം, or to glyceraldehyde 3-phosphate. അപ്പം എന്താ ചെയ്യുന്നത്? റിഡ്യൂസ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡിന് കിട്ടിയതിന് ശേഷം it will reduced
the carbon dioxide to 3-phosphoglyceric acid, then to 3-glyceraldehyde 3-phosphate. അപ്പോൾ 3-phosphoglyceric acid to glyceraldehyde 3-phosphate. phosphoglycerate എന്ന് പറയുന്നതും glyceric acid എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. Then regeneration of REBP. അതിന് ശേഷം REBP യെ regenerate ചെയ്യും. Now we can see that this is the basic cycle. ഇത് പരീക്ഷയ്ക്ക് വളരെ നിർബന്ധമായിട്ടുള്ളതാണ്. ഇപ്പൊ ഞാൻ ഇവിടെ പറയുന്നില്ല, ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ അത് പറയും. 3 പ്രധാനപ്പെട്ട സൈക്കിൾ നമ്മൾ ഇവിടെ ഒരു കളറിൽ കാണിച്ചിട്ടുണ്ട്. This is carbon cycle, that is carbon fixation. This is reduction and sugar production. This is regeneration. ഈ 3 മാത്രം നിങ്ങൾ തൽക്കാലം ഓർത്തു വെക്കുക. 1 കാർബൺ ഫിക്സേഷൻ, 2 റിഡക്ഷൻ, 3 റീജനറേഷൻ. ഇപ്പൊ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് വന്നു അന്തരീക്ഷത്തിൽ നിന്ന്, അതോടൊപ്പം തന്നെ അതിന്റെ കൂടെ ATPയും വന്നു. Then we can say that ഇത് 12 3Pg ആവും. അതൊരു വലിയ കണക്കാണ്, അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുന്നല്ലോ. സോ എനിവേ യു ഹാവ് ടു റിമെമ്പർ, ഇങ്ങനെയാണ് സൈക്കിൾ പോവുക. കാർബൺ ഫിക്സേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ. കാർബണിനെ അന്തരീക്ഷത്തിൽ നിന്ന് എടുത്തിട്ട് അതിനെ ഫിക്സ് ചെയ്യുന്നു. ദെൻ ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ഫസ്റ്റ് തന്നെ 3-phosphoglyceric acid ആക്കി മാറ്റുന്നു, പിന്നീട് ഗ്ലിസറാൽഡിഹൈഡ് 3-phosphate ആക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് റിഡക്ഷൻ ആൻഡ് ഷുഗർ പ്രൊഡക്ഷൻ. എന്നിട്ട് അതിൽ നിന്ന് മൂന്ന് പ്രധാനപ്പെട്ട ആളുകൾ, 3 കാർബൺ കോമ്പൗണ്ട് ആയ ആൾക്കാരെ 2 എണ്ണത്തിന് എടുക്കുന്നു. ദാറ്റ് ഈസ് ഈ പറയുന്ന ഗ്ലിസറാൽഡിഹൈഡ് 3-phosphate, 3-phosphoglyceric acid, ഗ്ലിസറാൽഡിഹൈഡ് 3-phosphate. ഈ 3-phosphoglyceric acid ആണ് ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട്, ഓർ ഗ്ലിസറാൽഡിഹൈഡ് 3-phosphate. 2-3 കാർബൺ ഉള്ളതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് പറയുന്നത്, C3 സൈക്കിൾ എന്ന് പറയുന്നത്. ഈ പറയുന്ന 12 ഗ്ലിസറാൽഡിഹൈഡ് 3-phosphate എങ്ങനെ ഉണ്ടാവുന്നു? 6 കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇവിടെ ഫിക്സ് ചെയ്യുന്നത്. 6 കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്യാൻ സഹായിക്കുന്ന ആളുടെ പേരാണ് 6 REBP. ഓക്കെ, അപ്പൊ 6 × 6 എത്രയായി? 36. 36 ഹരിക്കണം 12, 3 ഉണ്ടാവുക. അങ്ങനെയാണ് 12 3Pg ഉണ്ടാവുന്നത്. മനസ്സിലായിട്ടുണ്ടാവില്ല. 6 കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഒരു സമയം ഫിക്സ് ചെയ്യുക. ഒരു കാർബണിനെ മാത്രം ഫിക്സ് ചെയ്താൽ ഇതിന്റെ സൈക്കിൾ തുടരൂല, ഷുഗർ ഉണ്ടായിട്ട് അവിടെ നിന്ന് പോകും. അതുകൊണ്ട് ഒരു REBPന്റെ കാർബൺ നമ്പർ എത്രയാണ്? 5 ആണ്. 1 2 3 4 5. അങ്ങനെയുള്ള 6 REBP ഉണ്ടാവും. 6 × 5 30. അതേപോലെ ഒരേ സമയത്ത് 6 കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ഒരു കാർബൺ ഡൈ ഓക്സൈഡിന്റെ നമ്പർ 1 ആണ്. അങ്ങനെ 6 കാർബൺ ഡൈ ഓക്സൈഡ് നമ്പർ 6 ആണ്. അപ്പം 30 + 6 36. 36 നമ്മൾ എന്ത് ചെയ്യും? 36 നമുക്ക് വേണ്ടത് 3 കോമ്പൗണ്ട് ആണ്, 3 കാർബൺ ഉള്ള കോമ്പൗണ്ട് ആണ് ആക്കേണ്ടത്. 3 കാർബൺ കോമ്പൗണ്ട് ഉള്ള കാർബണിന്റെ പേരാണ് 3-phosphoglyceric acid. അങ്ങനെ 36 കാർബൺ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ 3 കാർബൺ കോമ്പൗണ്ട് എത്ര എണ്ണം ആക്കാം? 36 ഹരിക്കണം പറയൂ 3 = 12. അങ്ങനെയാണ് 12 3-phosphoglyceric acid. ഇത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയും, ഡോണ്ട് വറി. ജസ്റ്റ് നിങ്ങൾ മനസ്സിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ഇവിടെ 12 കിട്ടിയത്? 12 കിട്ടിയ ഒന്നുമില്ല, കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്തരീക്ഷത്തിൽ REBP ഉണ്ടാവും. REBP എന്ന് പറഞ്ഞാൽ റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് ആണ്. ആ REBPക്ക് മാത്രമേ കാർബൺ ഡൈ ഓക്സൈഡിനെ പിടിക്കാൻ പറ്റൂ. അങ്ങനെ REBP ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ പറയുന്ന ഒരു കണക്ക് കൂടിയോട് ഒപ്പിക്കേണ്ടതാണ്. ആ കണക്ക് ഒപ്പിക്കുന്ന പരിപാടിയാണിത്. ദാറ്റ് ഈസ് ഒരേ സമയം 6 REBP 6 കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുന്നു. ഒരു REBP. ഓക്കെ, അങ്ങനെയാണ് ചുരുക്കി പറഞ്ഞാൽ 6 REBPകൾ 6 കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുമ്പോൾ 6 × 5 30 + 6 36. 36 ഹരിക്കണം 3 = 12. അങ്ങനെയാണ് ഇവിടെ 12 3Pg കിട്ടിയിരിക്കുന്നത്. കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും ചിലർക്ക്, ഡോണ്ട് വറി. ഞാൻ പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് പറയാം. കാരണം ഇത് essay വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വായിക്കുക.